ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിനായിട്ട് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചുരുക്കിയ കോക്കനട്ട്, ചെറിയ ഉള്ളി, ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അതുപോലെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായ അളവിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഞാൻ ഇത്രയും ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നീട് കുറച്ച് പൊടിക്കകത്ത് ജീരകം ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഉപ്പും നെയ്യും ഒക്കെ ചേർത്ത് ഗോതമ്പ് പൊടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും വെള്ളവും കൂടെ ചേർത്ത് ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുക്കാം. തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന രീതിയിൽ അത്ര അളവിൽ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഗോതമ്പ് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയമായി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അതുപോലെ ചെറിയ ഉരുളകളാക്കി കൈ വെച്ച് തന്നെ ഈ ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്കോ ഫ്രൈ പാനിലേക്കോ എണ്ണ ഒഴിച്ച് നല്ലപോലെ തിളയ്ക്കാൻ വെക്കാം. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പണ്ട് എൻ്റെ അമ്മ ഇത് ഉണ്ടാക്കി തരുമായിരുന്നു. ഇതിന് എൻ്റെ അമ്മ വിളിച്ചിരുന്ന പേര് ഗോതമ്പ് വട എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഗോതമ്പ് വടയെന്ന് വിളിക്കാം അല്ലേ. അങ്ങനെ ഗോതമ്പ് വട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് കാണാം. ഇത് മാവ് പരത്തുമ്പോൾ കനം കുറച്ച് പരത്തണം കേട്ടോ. അന്നേരമാണ് കുറച്ചുകൂടെ നമുക്ക് പൊള്ളി കിട്ടുന്നത്. ഇതുപോലെ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് തിക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കട്ടിയായിട്ടാണ് അത് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ച് കനം കുറച്ച് പരത്തേണ്ടതാണ്. നമ്മുടെ ഗോതമ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.